എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഷിക്കമരുവിനാണെങ്കിൽ ഒരു കുഞ്ഞ് അസിസ്റ്റന്റ് ഉണ്ട്. ആ കുഞ്ഞൻ അസിസ്റ്റന്റ് പറയും, സാർ ഞാൻ ഒരുപാട് കാലമായി ഓരോ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് ബിസി ആയിട്ട് നടക്കുന്നു. എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ബാച്ചിലുള്ളവരെല്ലാവരും ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. സോ കുറച്ച് ദിവസം എനിക്കും ഓഫ് തന്നൂടെ എന്ന് ഇപ്പം അവൻ ഷിക്കമരുവിനോട് ചോദിക്കും. അങ്ങനെ അവർ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ആരോ ഡോറും തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ 6th ഹൊക്കാഗ കാക്കാഷിയാണ്. കാക്കാഷി ഷിക്കമരുവിനോട് ഇപ്പോൾ ഒരു ഫയലിനെ കുറിച്ച് ചോദിക്കും. ഷിക്കമരു കറക്റ്റായിട്ട് അത് കാണിച്ചു കൊടുക്കും. അതിനുശേഷം വീണ്ടും അടുത്തൊരു ഫയലിനെ കുറിച്ച് കാക്കാഷി ചോദിക്കും. അതും ഷിക്കമരു കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കും. കാക്കാഷി ഒരുപാട് ആശ്വാസത്തിൽ ഇപ്പൊ ഷിക്കമരുവിനോട് പറയും, നീ ശരിക്കും എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാനെ. നീ എന്നെ ഹൊക്കാകാന്നൊന്നും വിളിക്കണ്ട, എന്നെ ജസ്റ്റ് കാക്കാഷി മാസ്റ്റർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ഷിക്കമരു ആണെങ്കിൽ ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് പുറത്തേക്ക് വരും. അപ്പൊ അവൻ്റെ അസിസ്റ്റന്റ് അവനോട് ചോദിക്കും, നിങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര പവറാണല്ലേ, ഭയങ്കര പവറും ഭയങ്കര കഴിവും. നിങ്ങൾ ഒരുപാട് കാലായില്ലേ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ബോറടിക്കല്ലേ? അതിന് ഷിക്കമരു പറയും, ഈ പറഞ്ഞത് ശരിയാണ്, ഞാനിപ്പോ പുറംലോകം കണ്ടിട്ട് ഒരുപാട് കാലായി. മേഘങ്ങളും ആകാശമൊക്കെ കാണാനാണ് ഞാനിപ്പോ പുറത്തേക്ക് വന്നതെന്ന് ഷിക്കമരു പറയും. അവൻ വീണ്ടും പറയും, എൻ്റെ വർക്ക് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഷിക്കമരു അതിന് ഓക്കെ പറയും. അവനിപ്പോ പതിയെ നടന്ന് പുറത്തേക്ക് പോവും. ഉടനെ കാക്കാഷി മാസ്റ്റർ അവനെ കണ്ട് ഷിക്കമരുവിന്റെ അടുത്തേക്ക് വരികയാണ്. കാക്കാഷി അവനോട് ചോദിക്കും, നീ ഈ ചെറിയ കുട്ടിയൊക്കെ തെരഞ്ഞെടുത്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവനെ കൊണ്ടൊരു നല്ല അസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് ഷിക്കമരു പറയും, കുഴപ്പമൊന്നുമില്ല, സ്മാർട്ടായിട്ട് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ചുറുചുറുക്കോടെ ചെയ്യാനും കുട്ടികൾ തന്നെയാണ് നല്ലത്. ഉടനെ കാക്കാഷി ആള് ഫുൾ സീരിയസില് അവനെ നോക്കും. ആ പ്രോബ്ലം അതെന്തായി? അതിന് ഷിക്കമരു അവൻ പറയും, കുഴപ്പമില്ല, അതിപ്പോ ഒരു പരിധി വരെ കൺട്രോൾഡ് ആണ്. അത് കേട്ട് കാക്കാഷി ഇപ്പൊ തല താഴ്ത്തും. എനിക്കറിയാം, ഞാൻ ഒരുപാട് പ്രഷറും ഒരുപാട് ഡ്യൂട്ടീസും നിനക്ക് തരുന്നുണ്ടല്ലേ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാക്കാഷി ഷിക്കമരുവിന്റെ ഷോൾഡറിൽ തട്ടും. അതിന് ഷിക്കമരു പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാനിതൊരിക്കലും വലിയ ബുദ്ധിമുട്ടായി കണ്ടിട്ടില്ല. എനിക്ക് ആക്ച്വലി ഒരു വലിയ ലക്ഷ്യമുണ്ട്, നറൂട്ടോ അവൻ ഹൊക്കാഗയായി കാണുക എന്നത്. പക്ഷെ അവൻ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അവനൊരു ഹൊക്കാഗെ ആവുന്ന സമയത്തേക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചും അറിഞ്ഞും അവനെ ഒരുപാട് സഹായിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അത് കേട്ട് കാക്കാഷി ചിരിക്കും. നീ റെസ്പോൺസിബിൾ ആണെങ്കിലും കുട്ടപ്പൻ അവൻ ഒരിക്കലും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. എന്തായാലും കുഴപ്പമില്ല, വായോ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കഴിക്കാൻ പോവാം. പക്ഷെ അപ്പോഴായിരിക്കും ഷിക്കമരു മറ്റൊരു കാര്യം ആലോചിക്കുക. ഷിക്കമരു പറയും, ദയവായി ക്ഷമിക്കണം, ഞാൻ ഫുജിക്കാഗയുമായി ഒരു ഗെയിം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് കളിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞ് അവൻ ഫുജിക്കാഗയുടെ അടുത്തേക്ക് വരും. സെക്കൻഡുകൾ വെച്ച് ഇപ്പൊ ഷിക്കമരു ഫുജിക്കാഗ തോൽപ്പിക്കും. അതിനുശേഷം അവൻ ടൈം നോക്കി കാട്ടിലേക്ക് പോയി ഇപ്പൊ ഒറ്റയ്ക്ക് കത്തിയൊക്കെ എറിഞ്ഞ് ട്രെയിനിങ് എടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഓരോ ദിവസങ്ങൾ പോകുന്തോറും ഷിക്കമരു അവൻ സ്മാർട്ടായി ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. കൺസ്ട്രക്ഷൻ വർക്ക്, എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവന്റെ വ്യക്തമായ പങ്കാളിത്തം അവൻ ഉറപ്പുവരുത്തും. മാത്രമല്ല അവൻ എപ്പോഴും ഒരു പക്ഷിയെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിക്കമരുവും ഈനോയും ചോച്ചിയും അവരെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. നമ്മുടെ ചെക്കന്മാര് അവരെല്ലാവരും ഇപ്പൊ ചൊനേനായി മാറിക്കഴിഞ്ഞു. ഈനോ പറയും, എന്റെ ടീമില് പുതുതായി ഒരു ചെക്കൻ വന്നിട്ടുണ്ട്, അവന്റെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ദേഷ്യം വരും. അതിന് ചോച്ചി പറയും, എന്റെ ടീമിൽ വന്ന പുതിയ ആൾക്കാരെ എല്ലാവരെയും ഞാൻ വരച്ച വരയിൽ നിർത്തി, സോ എന്റെ അടുത്ത് ആരും കളിക്കില്ല. ഷിക്കമരു പറയും, നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഞാൻ ഒരു സെക്കൻഡ് നമ്മുടെ പഴയ കുട്ടിക്കാലം അത് ആലോചിച്ചു പോയി. സ്റ്റുഡൻസ് ആയിരുന്നു നമ്മൾ എത്ര പെട്ടെന്ന് ടീച്ചേഴ്സായി മാറിയതല്ലേ. അതിന് ഈനോ പറയും, ഞങ്ങൾ വെറും ടീച്ചേഴ്സാണ്, പക്ഷെ നീ ഹൊക്കാഗയുടെ റൈറ്റ് ഹാൻഡ് അല്ലേ. ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങള്, റെസ്പോൺസിബിലിറ്റി അതെല്ലാം തന്നെ കൂടുതൽ എടുക്കുന്നത് നീയാണ്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു തീർത്ത് റെസ്റ്റോറന്റിന് പുറത്തേക്ക് വരും. ഷിക്കമരു ആണെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. ഉടനെ നമ്മുടെ ചോച്ചി ഒരു ബബിൾ ഗോ ഒക്കെ അവർക്ക് എടുത്തു കൊടുക്കും. വാവ്, നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോന്ന് ഈനോ ചോദിക്കും. അതിന് ചോച്ചി പറയും, നമുക്കെല്ലാവർക്കും പഴയതുപോലെ ഈ ബബിൾ ഗം വെച്ച് കളിക്കാം. അപ്പൊ ഷിക്കമരു ടെൻഷനായി, അയ്യോ ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. ഇപ്പൊ അലൈൻ്റെ ഷിനോബി ഇഷ്യൂ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സോ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോണം. അവിടേക്ക് എന്നെ അന്വേഷിച്ച് കങ്കൂറയും ടെമരിയും ഉണ്ടാവും, സോ അവരോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഉടനെ ഈനോ അവള് ചാടി വന്ന് അവന്റെ കഴുത്തിൽ കയറി പിടിക്കും.
നിനക്ക് നിനക്ക് ആ ടെമരിയെ മീറ്റ് ചെയ്യണം. അതിനുവേണ്ടിയല്ലേ നീ കള്ളക്കഥയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് ഷിക്കമരുവെ പറഞ്ഞു വിടും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 5 രാജ്യങ്ങളിലെയും ചീഫ് ഒഫീഷ്യൽസ് അവരെല്ലാവരും കൂടി ഇപ്പൊ കാര്യമായിട്ട് ഒരു മീറ്റിംഗ് നടത്താണ്. ഓരോരുത്തരും ഇപ്പൊ ഷിക്കമരുവിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഷിക്കമരുവിനാണെങ്കിൽ നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവും. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, എല്ലാത്തിനുള്ള ഉത്തരം അത് അടുത്ത മീറ്റിംഗിൽ തരാമെന്ന് പറഞ്ഞ് ഷിക്കമരു ശാന്തമായി എഴുന്നേറ്റ് പോവും. ഉടനെ ടെമരിക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാവും. അവൾ അവന്റെ പിന്നാലെ വന്ന് അവനോട് ചോദിക്കും, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഇപ്പോ ആ പഴയ ഷിക്കമരു അല്ല. നിന്റെ ഉള്ളില് എന്തൊക്കെയോ ടെൻഷനുണ്ട്. ഒരു കാര്യത്തിന് പോലും നിനക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ ഇല്ല. ഷിക്കമരു വീണ്ടും വീണ്ടും അവളോട് ഒന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് കാലി കയറിയ ടെമരി അവളുടെ കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇട്ടി. അവൾ അവനോട് പറയും, നീ പഴയ ഷിക്കമരു അല്ല, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് കടന്നു പോവും. കട്ട് ചെയ്ത ഷിക്കമരു അവൻ തിരികെ എത്തി കാക്കാഷി മാസ്റ്ററിനോട് പറയും, ടെമരിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അവൾ വളരെ ഇന്റലിജന്റ് ആണ്. സോ ലാൻഡ് ഓഫ് സൈലൻസിൽ നടക്കുന്ന കാര്യം അതവൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ വഴിയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം അത് സോൾവ് ചെയ്യണം. അത് കേട്ട് കാക്കാഷി ആള് തല താഴ്ത്തും. കാക്കാഷി പറയും, സായി അവിടേക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ ആയിട്ടും ഒരു തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി ഷിക്കമരു അവൻ ഡെയിലി പുറത്തേക്ക് നോക്കി നിന്നത് സായിയുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടേക്ക് വരുന്നുണ്ടോ എന്നറിയാനാണ്. വീണ്ടും ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കും സായിയുടെ ഒരു മെസ്സേജ് അവിടേക്ക് വരിക. ഷിക്കമരു ആണെങ്കിൽ ഭയങ്കര ആവേശത്തില് ആ ലെറ്റർ വായിക്കും. അതിൽ സായി ഇപ്രകാരമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ലാൻഡ് ഓഫ് സൈലൻസിലെ പ്രോബ്ലം അത് നമ്മൾ കരുതിയതിന് കഴിഞ്ഞും വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഇത് അലൈൻഡ് ഷിനോബി ഫോഴ്സിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വില്ലൻ ടീമിന്റെ നേതാവിന്റെ പേര് ഗംഗോ എന്നാണ്. അവൻ എന്നെ പോലും ആട്ടിച്ച് തകർത്തു. ഷിക്കമരു ആണെങ്കിൽ അത് വായിച്ച് ഷോക്കാവും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കാക്കാഷി മാസ്റ്ററിനോട് പറയും. ഷിക്കമരു പറയും, 4th നിഞ്ച വാർ അത് കഴിഞ്ഞതിന് ശേഷം ഒരു റോക്ക് നിഞ്ചയെ പോലും എവിടെയും കാണാനില്ല. സായി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ റോക്ക് നിഞ്ചകളും അവരൊളിച്ചിരിക്കുന്നത് ആ സൈലൻസ് വില്ലേജിൽ തന്നെയാണ്. സോ എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അവരുടെ നേതാവ് ആ ഗംഗോ അവൻ വളരെ പവർഫുൾ ആണ്. മാത്രമല്ല സായിയുടെ കൂടെ നമ്മൾ കുറച്ച് ടീംമേറ്റ്സിനെ കൂടെ അയച്ചിരുന്നു. അവരെക്കുറിച്ചും ഇപ്പൊ യാതൊരു വിവരവും ഇല്ല. സോ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയ ആൾക്കാർ ചേർന്ന് അവിടേക്ക് പോകണം. അതിന് കാക്കാഷി പറയും, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല. ഗ്രാമത്തിൽ ഇപ്പോ ഒരു ഹൊക്കാഗയുടെ ആവശ്യം അത്യാവശ്യമാണ്. എനിക്ക് എന്തായാലും ഇവിടുന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതിന് കുഴപ്പമില്ല, ഞാൻ അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് 2 പേരെ കണ്ടെത്തിക്കോളാം. അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് 2 പേരും അവരുടെ കൂടെ ഞാനും. ഇതാണ് ഞാൻ അയക്കാൻ പോകുന്ന പുതിയ ടീം. അതിന് കാക്കാഷി മാസ്റ്റർ ആൾ ടെൻഷനാവും. ഓൾറെഡി നിനക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതിന്റെ കൂടെ ഇതുകൂടെ ഏറ്റെടുത്താൽ ഒട്ടും ശരിയാവില്ല. സോ നിനക്ക് പകരം മറ്റാരെങ്കിലും നോക്ക്. ഷിക്കമരു അവൻ തറപ്പിച്ചു പറയും, ഞാനല്ലാതെ മറ്റാരും ഇതിന് ആപ്റ്റായിട്ട് കാണുന്നില്ല. ഇങ്ങനെയൊരു അവസരത്തിൽ റിസ്ക് എടുക്കാൻ കഴിയില്ല. സോ ഞാൻ തന്നെ പോവാമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കമരു അവന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ അവന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കും. പാവം ചെക്കൻ അവന്റെ ഫ്യൂസ് പോയി ഇപ്പൊ ഷിക്കമരുവിനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഷിക്കമരു അൻപു ബ്ലാക്ക് ഓപ്സിലുള്ള 2 പേർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആകാശി മാസ്റ്റർ ആണെങ്കിൽ ഷിക്കമരുവിന് ആപ്റ്റായ 2 പേരെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അവരുടെ കഴിവും എബിലിറ്റിയും ഒക്കെ കാക്കാഷി മാസ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷിക്കമരുവിന് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഷിക്കമരു വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. ഉടനെ അവർ 2 പേരും ഇപ്പൊ അവരുടെ മാസ്ക് അഴിച്ച് കാണിക്കും. അതിലൊരാള് ചെറിയൊരു പെൺകുട്ടിയാണ്. ഷിക്കമരു വണ്ടടിച്ച് ചോദിക്കും, ഇതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, ഇവളെ കൊണ്ട് പറയുമ്പോൾ എല്ലാം ചെയ്യാൻ കഴിയോ? അത് കേട്ട് അവൾ ചിരിക്കും. സൈസിലല്ല വർക്കിലാണ് കാര്യം. എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്നെ 101% വിശ്വസിക്കാം. കാക്കാഷി പറയും, അതെ, ഇവൾക്ക് ഭയങ്കര പവറാണ്. ചെറുപ്പത്തിൽ തന്നെ ഇവളുടെ പവർ തിരിച്ചറിഞ്ഞ് അൻപു ബ്ലാക്ക് ഓപ്സുകാര് ഇവളെ ഏറ്റെടുത്തു. ഉടനെ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു ചെറിയ പക്ഷിയെ അങ്ങനെ അടിച്ചു വീഴ്ത്തും. ആ പക്ഷിയാണെങ്കിൽ ഇപ്പൊ താഴെ വീണ് പതിയെ പറക്കാനായിട്ട് തുടങ്ങും. അവള് പറയും, ഞാൻ കൊല്ലണം എന്ന് കരുതിയാൽ മാത്രമേ ആരെങ്കിലും കൊല്ലൂ, ഇല്ലെങ്കിൽ അവരുടെ ചക്ര പവർ തകർത്ത് അവരെ മുഴുവനായിട്ടും എനിക്ക് ലോക്ക് ചെയ്യാൻ കഴിയും. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. യെസ്,
ഇവര് മതി എന്റെ കൂടെ. നാളെ തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കണമെന്ന് പറഞ്ഞ് ഷിക്കമരു അവനിപ്പോ അവന്റെ പപ്പയുടെ കല്ലറയിലേക്ക് വരും. അതിനുശേഷം അവൻ ആസ്മ സെൻസായുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും. അപ്പോഴായിരിക്കും മീരായി അവൾ അവിടേക്ക് വന്ന് ഷിക്കമരുവിന് ഒരു ബൊക്കെ കൊടുക്കുക. ആക്ച്വലി കുഞ്ഞിപ്പെണ്ണ് മീരായി ഇവളാണ് ആസ്മ സെൻസായുടെയും കുറേണയുടെയും മകൾ. അങ്ങനെ കുറേണ സെൻസായും മീരായും ഷിക്കമരുവും അവർ 3 പേരും കാഷ്വലായി സംസാരിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അന്ന് നൈറ്റ് ഷിക്കമരു ആണെങ്കിൽ ആ 4th നിഞ്ച വാറിലെ ചില ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കും. അവനെ കൊണ്ടാണെങ്കിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല. അവൻ പതിയെ പുറത്തേക്കിറങ്ങി നടക്കാൻ ആരംഭിക്കും. കുറച്ചു ദൂരം മുൻപോട്ട് നടക്കുമ്പോൾ അവൻ നറൂട്ടോയെ കണ്ടുമുട്ടും. അവരല്പനേരം പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി സ്നേഹത്തില് അവർ പരസ്പരം സംസാരിച്ച് ഷിക്കമരു വീണ്ടും മുൻപോട്ട് നടക്കും. ഷിക്കമരുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നറൂട്ടോ ഹൊക്കാഗെ തീരണമെന്നാണ്. അതിനുശേഷം അവന്റെ വലം കൈയായി ഷിക്കമരുവിനും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഷിക്കമരു ഫുൾ സ്പീഡില് ആ അൻപു ബ്ലാക്ക് ഓപ്സിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവരുമായി മിഷന് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.